ക്ലാസ് 7 മാത്സ് കേരള സിലബസിലെ പുതിയ സിലബസിലെ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഈ സെക്കൻഡ് ടേം ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ എ ബി സി ഈക്വൽ 7 സെൻറ്റിമീറ്റർ, ആംഗിൾ ബി ഈക്വൽ 75 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽസ് 45 ഡിഗ്രി, ഡ്രോ ദ ട്രയാങ്കിൾ. അതായത് ത്രികോണം എ ബി സിയിൽ ബി സി 7 സെൻറ്റിമീറ്റർ, ആംഗിൾ ബി 75 ഡിഗ്രി, ആംഗിൾ സി 45 ഡിഗ്രി ത്രികോണം വരയ്ക്കുക. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യമേ തന്നെ ഒരു പെൻസിലും സ്കെയിലും എടുത്തിട്ട് 7 സെൻറ്റിമീറ്റർ ബി സി വരയ്ക്കണം. ബി സി 7 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. അതിനുശേഷം രണ്ടാമതായിട്ട് ബി എന്ന പോയിൻറ്റിൽ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഇതേപോലെ വെച്ചിട്ട് 75 എവിടെയാണോ 75 മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്നും ഒരു ലൈൻ ബിയിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തുനിന്ന് 0 വരുന്നുണ്ട്, കണ്ടോ? ഈ വശത്തുനിന്നും 0 വരുന്നു, രണ്ട് സൈഡിൽ നിന്നും 0 വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ലൈൻ എവിടെയാണോ ആ ലൈനിലാണ് വെച്ചിട്ട് ആ 0, ഇപ്പോൾ താഴെയാണെങ്കിൽ ഈ സൈഡിൽ ഇപ്പോൾ ഈ വശത്താണ് 0 വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊട്രാക്ടർ വയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് 0 നമ്മൾ കൗണ്ട് ചെയ്യണം. 0, 10, 20, 30 അങ്ങനെ 75 മാർക്ക് ചെയ്യുക. എന്നിട്ട് 75 നിന്ന് ബിയിലേക്ക് വരയ്ക്കുക. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഇനി ഇതിന് ശേഷം അപ്പോൾ ആംഗിൾ ബി നമുക്ക് 75 ഡിഗ്രി കിട്ടി. ഇനി ആംഗിൾ സി ആണ് വരയ്ക്കേണ്ടത്. ആംഗിൾ സിയിൽ ഇതേപോലെ തന്നെ ഈ സൈഡ് കണ്ടോ, പ്രൊട്രാക്ടർ വെച്ചിരിക്കുന്നത് കണ്ടോ, ഈ സൈഡിൽ വെച്ചിട്ട് ഇവിടുത്തെ 0 മുതൽ മുകളിലേക്ക് കൗണ്ട് ചെയ്യുക. 40ക്കും 50ക്കും ഇടയ്ക്ക് വരുന്നതാണ് 45. അങ്ങനെ 45 മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഇങ്ങനെ ഈ സിയിലേക്ക് വരയ്ക്കുക. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ രണ്ട് റേസും ബിയിൽ നിന്ന് വരുന്നതും സിയിൽ നിന്ന് വരുന്നതും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് പോയിൻ്റ് എ. ഇതിൽ നിന്നും നമുക്ക് ഒരു ഒരു ത്രികോണത്തിൻ്റെ എല്ലാ ആംഗിളുകളുടെയും തുക എന്ന് പറയുന്നത് ടോട്ടൽ 180 ഡിഗ്രിയാണ്. ഇപ്പോൾ 75 ഒരു ബി എന്നുള്ളത് ആംഗിൾ ഉണ്ട്, സിയിൽ 45 ഡിഗ്രി ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 120 കിട്ടും. അപ്പോൾ ടോട്ടൽ 180 ആണ് വേണ്ടത്. അപ്പോൾ 180 നിന്ന് 180 നിന്ന് 120 മൈനസ് ചെയ്താൽ 60 ഡിഗ്രി എന്ന് കിട്ടും. ആ 60 ഡിഗ്രിയാണ് ആംഗിൾ എ. ആംഗിൾ എ 60 ഡിഗ്രി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ ത്രികോണത്തിൻ്റെ ഏറ്റവും ചെറിയ വശം ഏതാണെന്ന് അളന്ന് നോക്കാതെ എഴുതുകയെന്ന്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, ആംഗിൾ ബി 75 ഡിഗ്രിയാണ്, ആംഗിൾ സി 45 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ സി ആണ് ഏറ്റവും ചെറിയ കോൺ അല്ലേ, ചെറിയ ആംഗിൾ സി ആണ്. അപ്പോൾ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇതേപോലെയാണ് കിടക്കേണ്ടത് കേട്ടോ. ഓപ്പോസിറ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആ കിടക്കുന്ന വശമായിരിക്കും ഏറ്റവും ചെറുത്. ഇതിൽ എ ബി ആണ് ആ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ചെറിയ വശം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ ആകാവുന്നത് ഏതാണ്? അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഗിവൺ ബിലോ ക്യാൻ ബി ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ?
അപ്പോൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 3 ആംഗിൾസ് ഉണ്ടാവും ഒരു ട്രയാങ്കിളിന്, ഒരു ത്രികോണത്തിന് 3 കോണുകളുണ്ട്. അപ്പോൾ ആ 3 കോണുകളും നമുക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഈ 3 ആംഗിളും കൂടി അങ്ങ് ആഡ് ചെയ്ത് നോക്കുക, കൂട്ടി നോക്കുക. ആദ്യത്തെ ആംഗിള് ആദ്യത്തെ ആംഗിൾ നോക്കിയേ, ആദ്യത്തെ ട്രയാങ്കിളിൽ 120 + 40 + 40 200 കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ട്രയാങ്കിൾ, ത്രികോണമല്ല. പിന്നെ അടുത്തത് 70 + 60 + 50, ഇത് 3ഉം കൂടി നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? കൂട്ടി നോക്കിയാൽ 180 കിട്ടും അല്ലേ, 180 ഡിഗ്രി കിട്ടും. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, 180 കിട്ടണം. മൂന്നാമത്തെ 70 + 30 + 40 140 വരുന്നുള്ളൂ. നാലാമത്തെ 100 + 60 + 30 190 വരുന്നുള്ളൂ. 190 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ രണ്ടാമത്തെയാണ്, 70 + 60 + 50, അതായത് 180 കിട്ടിയ രണ്ടാമത്തേതാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രൊട്രാക്ടർ വയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ആ സെൻറ്ററിൽ, ആ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററിലായിരിക്കണം ആ പോയിൻ്റ്. പിന്നെ ഇതുപോലെ വരച്ച് റെഡിയാക്കുക. ചിലർ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെച്ചാൽ തെറ്റാണ് കേട്ടോ. ഇതിങ്ങനെയല്ല വെക്കേണ്ടത്. ആ ലൈൻ വരച്ചേക്കുന്നത് കണ്ടോ, ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ട്, ആ ലൈനിൽ തന്നെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ DE എന്നുള്ള ഈ ലൈൻ വരച്ചിട്ടുണ്ട്, അപ്പോൾ ആ DEയിൽ തന്നെയായിരിക്കണം വെക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ 0 മുതൽ നമ്മൾ കൗണ്ട് ചെയ്യണം, അല്ലാണ്ട് 180 മുതൽ അങ്ങനെ പോകരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 0, 0, 10, 20, 30 അങ്ങനെ ഈ ലൈനിൻ്റെ ആരോ വന്നേക്കണുണ്ടോ, ഇവിടെ നിന്ന് തുടങ്ങിയാണ്, അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്.